അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോളേനെ ഉറക്കുകയാണ് കേട്ടോ. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജോലികളൊക്കെ ശരിയായി നടക്കുകയുള്ളൂ. എൻ്റെ മുടികെട്ടും കോലങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകുന്നുണ്ടാവും. സത്യത്തിൽ ഇത് തന്നെയാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുക. പ്രത്യേകിച്ച് പോരാത്തതിന് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ഭയങ്കര ഇതാണ്. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് തന്നെയാണ് നിൽക്കല് കേട്ടോ എപ്പോഴും. ഇപ്പോൾ അതെൻ്റെ രണ്ടാമത്തെ മോൻ്റെ തലയിൽ കിരീടമാണ് അവൻ വെച്ചേക്കണം കേട്ടോ. ഇനി ഞാൻ ചെടികളെ നനയ്ക്കാനായിട്ട് പോയി. ചെടികൾ എന്ന് പറയാൻ അധികം ഒന്നുമില്ല, കുറച്ച് കറ്റാർവാഴയും പിന്നെ ഇതെൻ്റെ അച്ഛൻ തന്നൊരു ചാമ്പയ്ക്ക തൈയാണ്. അച്ഛൻ എനിക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് എന്തോ ബഡ്ഡിങ് എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് മുളപ്പിച്ച് തന്ന കുഞ്ഞ് തൈയാണിത്. പക്ഷെ അതിപ്പോൾ അത്യാവശ്യം വലുതായി, അതിന്മേൽ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയും കൂടിയാണ് എനിക്ക് ഈ ചാമ്പമരം. അപ്പോൾ അപ്പം ഞാൻ അതിനൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കറ്റാർവാഴകളുണ്ട്, അതിനെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കറ്റാർവാഴ ഇത് ഞാൻ കുറേ ഈ എണ്ണ കാച്ചാനൊക്കെ എടുക്കേ കറ്റാർവാഴ. അപ്പോൾ ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു പോയതായിരുന്നു. അപ്പോൾ എണ്ണ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കിയുണ്ടായി, അതിൽ കുറച്ച് ഇലകളും പിന്നെ അതിന് നല്ല വേരുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ്. ആ ഒരു കടയമെന്നാണ് പിന്നെ ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. കറ്റാർവാഴ അങ്ങനെയാണ്, വേരുണ്ടെങ്കിൽ നമ്മളത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. പിന്നെ അതിന്മേന്ന് കുഞ്ഞു കുഞ്ഞു ഇലകൾ വേറെ പൊട്ടി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു 5, 6, 7 കടകളോളം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ കറ്റാർവാഴയ്ക്ക് നല്ല വെള്ളമാണ് ആവശ്യം. പിന്നെ നല്ല വെയിൽ കാലത്ത് കറ്റാർവാഴ നന്നായിട്ടുണ്ടാവും. അത് പക്ഷെ നമ്മൾ നന്നായി നനച്ചു കൊടുക്കും വേണം കേട്ടോ. പിന്നെ എനിക്കൊരു കുഞ്ഞൊരു വേപ്പിൻ തൈ ഉണ്ട് ഇവിടെ. ആ വേപ്പിൻ തൈയുടെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 3-4 പ്രാവശ്യം വേപ്പിൻ തൈ കൊടുത്തിട്ട് നട്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പിടിച്ചില്ല. പക്ഷെ ഇത് തന്നെ ഇവിടെ മുളച്ചുണ്ടായ ഒരു വേപ്പിൻ തൈയാണ് കേട്ടോ. അത് കാരണം ഞാൻ ഇപ്പോൾ അതിന് നനച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതവിടെ മുളച്ച് വന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് വളർന്നപ്പോഴാണ് ഇത് വേപ്പിൻ തൈ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പോൾ അതായത് ഒരു കുഞ്ഞ് കറ്റാർവാഴ കണ്ട ഒരു കുഞ്ഞൊരു തൈ അതുമ്പോൾ തന്നെ ഉണ്ടായി നിൽക്കുന്നു. ഇനി അത് ഞാൻ കുറച്ച് വലുതായി അത് ഞാൻ മാറ്റി കുഴിച്ചിടും. ഞാനിത് തലയിലോ വല്ല പാക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കറ്റാർവാഴ വളരെ നല്ലതാണ്. ഫേസിന് മുടിക്കൊക്കെ ഒരേപോലെ ഉപയോഗമുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു പെൺകുട്ടികളുള്ള വീട്ടിൽ ഒരു കടയെങ്കിലുമൊക്കെ നമ്മൾ വളർത്താനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ അതോട് കൂടിയിട്ട് മുറ്റത്തും കൂടിയൊക്കെ ഒന്ന് വെള്ളം നനച്ചിടുകയാണ്. കാരണം ഭയങ്കര പൊടിയാണ് ഇപ്പോൾ. മുറ്റം അടിക്കാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പൊടി കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അങ്ങനെ ഞാൻ എൻ്റെ മുറ്റടി ഞാൻ തീർക്കുകയാണ്. ഇത് ഞാനിങ്ങനെ സ്പീഡിൽ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ട ബോറടിക്കും ആയം പാടി അടിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഒക്കെ ഇതാക്കണേ കേട്ടോ. അങ്ങനെ ഓരോ ജോലികളായിട്ട് തീർക്കുകയാണ്. സന്ധ്യ ആവാറായി, വിളക്ക് വയ്ക്കേണ്ട സമയമായി. അപ്പോൾ ധൃതി പിടിച്ചിട്ടാണ് ഓരോന്നും ചെയ്യണത്. അപ്പോൾ ഈ മുറ്റടിയൊക്കെ നമുക്ക് സ്ഥിരമുള്ള ജോലികളാണ്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ ഈ മുറ്റടിയൊക്കെ തീർത്തിട്ടുണ്ടാവണം. അമ്പലത്തിൽ വിളക്ക് വെച്ചാൽ പിന്നെ മുറ്റടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ കോഴികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളാണ് കേട്ടോ. കണ്ണ് തെറ്റി അവർ അകത്തേക്ക് കയറി വരും. അതുകൊണ്ട് എപ്പോഴും ഗ്രില്ല് അടച്ചിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ കണ്ട ഞങ്ങളുടെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്ന് അവരുടെ ചായ കുടി കഴിഞ്ഞ് കടയിൽ പോയി അവർ ആ സാധനങ്ങളൊക്കെ കൂടി അവിടെ വാരി വലിച്ചിട്ടേക്കാണ്. അകം നോക്കുമ്പോൾ ഹോള് ഇങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഹോള് വൃത്തിയാക്കിയിട്ട് അടുക്കളയിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ ആ സോഫയിലുള്ള വിരിയൊക്കെ ഒന്ന് നല്ലതിൽ വിരിച്ചിട്ടാണ്. ഇതിങ്ങനൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ അങ്ങനെ വിരിച്ചിട്ടേക്കണത്. ഞാൻ ശരിക്കും കുഷ്യൻ കവറുകളൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ വലുതായിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ നാശമായി പോവും. കാരണം അവരങ്ങനെ അത് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഓടി വന്ന് അവർ ഓടിക്കയറും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതങ്ങനെ കിടക്കട്ടെ, അവർ കുറച്ച് വലുതായിട്ട് തന്നെ ഒക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഇപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഞാൻ ഇതൊക്കെ വിരിച്ചിടുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി ഇതാക്കുകയാണ് കേട്ടോ. ഹോളിലും നല്ല പോലെ അഴുക്കുണ്ട്.
കാരണം അവർ ഓടിക്കളിച്ചിട്ടും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ നിറച്ച് കുട്ടികളാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലേക്കും വരും, നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിലേക്കും പോവും. അപ്പോൾ അതൊന്നും നമ്മളെ അങ്ങനെ എന്താ പറയുക, വരല്ലേ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ കുട്ടികളല്ലേ, അപ്പോൾ അത് പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ അവരുടെ വരവൊക്കെ നിൽക്കൂട്ടാ പിള്ളേരുടെ. അത് ആ കുറേ കളിപ്പാട്ടങ്ങൾ കിട്ടിയതിൽ നിന്ന് അടിച്ചു വരിന്നൊക്കെ അവിടെ ഇവിടെയും ഇടലാണ് പിള്ളേർക്ക്. അവർ അത് കറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ കുറേ എണ്ണം സോഫയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ വരിക. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് അവരുടെ കളിപ്പാട്ടം വയ്ക്കുന്ന പാത്രത്തിൽ കൊണ്ടിടുകയാണ് കേട്ടോ. അത്യാവശ്യം മണ്ണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്റേയിലാണ് കേട്ടോ അത് കോരണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഒരു അടിച്ചു കോരി ഇല്ലേ കുട്ടിയുടെ വീട്ടിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ 2 ദിവസം മുന്നേ എൻ്റെ മോന് എന്തോ ഒരു പരീക്ഷണം നടത്തിയതാണ് അടുപ്പിൻ്റെ അവിടെ തീ കത്തിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ അടിച്ചു കോരി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഉരുകിപ്പോയി. അപ്പോൾ അതിൽ നേരെ ചുവനെ കോരാനൊന്നും പറ്റണില്ല. എന്താ പറയുക, മണ്ണ് അതിൽ കോരാൻ പറ്റില്ല. അതിൻ്റെ ആ ഭാഗം ആകെ വളഞ്ഞ് ഉരുകി പിടിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം എക്സ്റേ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം മേടിച്ചിട്ട് വേണം. അപ്പം ഞാൻ അടുക്കളയും കൂടി ഒന്ന് നല്ലപോലെ അടിച്ച് വൃത്തിയാക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈൽ അടുക്കളയിലത്തെ ടൈലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറാണ് ഈ ഗ്രേ കളറ്. അപ്പം ഞാൻ എൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ഈ ഗ്രേ കളർ തന്നെ അടുക്കളയിലേക്ക് ആക്കിയത്. എനിക്കെന്തോ ഇപ്പോൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഗ്രേ കളറിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. അപ്പം ഞാൻ അടിച്ച് വാരി ഏകദേശം അവസാനിക്കാറായി. ഇനി ഇതാ തുടയ്ക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ വയ്യങ്ങൊക്കെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും തുടയ്ക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട് നമ്മൾ തന്നെയല്ലേ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. ഒരു വീട് ഇല്ലാത്തതിൻ്റെ വിഷമം അതില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഉള്ള സംഭവങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക, എന്നും പറ്റുമെങ്കിൽ തുടയ്ക്കുക. അപ്പം ഞാൻ 2 പ്രാവശ്യം ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ, എന്നാലേ ശരിക്കും വൃത്തിയാവുള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫാനിട്ടുള്ള കാരണം പറന്ന് നല്ല കഥകളിക്കാരുടെ പോലെ ആവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഭാഗമൊക്കെ ഞാനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ പിള്ളേരൊക്കെ വരാനായിട്ട് ഇതാ വാതിലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ കടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ അടുക്കളയും കൂടി തുടയ്ക്കുകയാണ്. ഏകദേശം സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:15 ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് ഈ തുടച്ചോടുത്ത് ചവിട്ടി നടക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ. അതൊരാൾ തുടയ്ക്കുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ പിള്ളേരൊക്കെ ഞാൻ ചീത്ത പറയാറുണ്ട്. ആ ഒരു സമയത്തെങ്കിലും വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് അവരോട് നന്നായി ഉണങ്ങിയിട്ട് കിടത്താറുള്ളൂ. ഇപ്പോൾ ഇതാ അമ്പാടിയാണ് വിളക്ക് വെക്കുന്നത്. അമ്പാടീനെ കൊണ്ട് തന്നെയാണ് മിക്ക ദിവസവും വിളക്ക് വെപ്പിക്കാറ് കേട്ടോ. കാരണം അവൻ മിക്ക ദിവസവും അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ പോകുന്നത്. ആ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പോൾ അവിടെ വിളക്ക് വയ്ക്കുന്നത് അമ്പാടിയാണ്. മിക്ക ദിവസം അവനാണ് വയ്ക്കുക. അപ്പോൾ അതോടുകൂടി തന്നെ വന്നു കഴിഞ്ഞാൽ വീട്ടിലും വിളക്ക് വയ്ക്കാൻ പറയും. പിന്നെ അവർക്കും കുറച്ച് ദൈവികമായിട്ടുള്ള ഒരു ഭക്തിയും കാര്യങ്ങളിലൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വരുന്നതാണ് നല്ലത്. ദൈവത്തിനെ വിളിക്കുന്നത് കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണെന്ന് നമുക്ക് അത് കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കണം എപ്പോഴും. ഞാനെപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മൾ രാത്രി കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ദൈവത്തെ നമ്മൾ വിളിച്ച് കിടക്കണം. കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ 24 മണിക്കൂറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് പോട്ടെ, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഈശ്വരന് വേണ്ടി മാറ്റി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കും. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ രാത്രി കിടക്കണ നേരത്താണ് പ്രാർത്ഥിക്കാറ്. ഇനി ഇതാ പിള്ളേർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാനിരുത്തിയേക്കാണ്. ഇയാളെ ഞാൻ അത്ര സ്ട്രിക്റ്റിൽ അങ്ങോട്ട് പഠിപ്പിക്കാതിരുത്താറില്ല. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ കളി തമാശകൾ പറയും. അപ്പം അതിനൊപ്പം അവൻ്റെ താളത്തിന് നിന്നിട്ടാണ് ഞാൻ അവനെ പഠിപ്പിക്കാറ്. അല്ലെങ്കിൽ അവൻ പഠിക്കില്ല. ഭയങ്കര ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് അവൻ്റെ. പക്ഷെ മൂത്ത ആൾ അങ്ങനെയല്ല. അവനത് പറഞ്ഞു കൊടുത്താൽ അവനത് പഠിക്കും ഇരുന്നിട്ട്. എന്നാലും അവനെ ശ്രദ്ധിക്കണം എന്നുള്ളൂ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ്റെ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര എന്താ പറയുക, പഠിക്കില്ല പിന്നെ അവൻ. അപ്പോൾ അവൻ്റെ തഞ്ചത്തിന് നിന്നിട്ട് വേണം നമ്മൾ അവനെ പഠിപ്പിച്ചെടുക്കാൻ.
അങ്ങനെ പഠിപ്പിക്കൽ ഒരുവിധമായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തിട്ട് ചെന്നിരിക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം വൈകും. അപ്പോൾ അവർക്ക് ഉറക്കം വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പഠിപ്പിക്കാൻ ഇരുത്തിയത്. ഇനി എനിക്ക് കൂട്ടാനൊരു ചെറിയൊരു കൂട്ടാൻ വെക്കാനുണ്ട്. ഞാൻ സോയാബീനാണ് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് നമ്മളതൊന്ന് അതൊന്നിങ്ങനെ കുതിർന്ന് കിട്ടണം. അതിങ്ങനെ കല്ല് പോലെയാണല്ലോ ഇരിക്കുക. അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഞാനത് ഇട്ട് വെക്കാൻ കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഞാനൊന്ന് മൂടി വെച്ചു. ഇത് ഞാൻ ലച്ചിക്കുട്ടിക്കുള്ള പഴം ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഇതാ അടുക്കള ഓരോ ഭാഗത്ത് നിന്ന് ഞാനിങ്ങനെ വൃത്തിയാക്കി വരികയാണ്. ഇഞ്ചിയൊക്കെ ഞാനൊന്ന് ആ ഇഞ്ചിയൊക്കെ വെക്കുന്ന പാത്രം ഒന്ന് വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതിലാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും ഒരു മടിയുള്ളൊരു പണി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയത് ഞാൻ അവിടെ കമഴ്ത്തി വയ്ക്കും. പക്ഷെ അതാത് സ്ഥാനങ്ങൾ എടുത്ത് വയ്ക്കാൻ എപ്പോഴും എനിക്കൊരു മടി തോന്നാറുണ്ട്. പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനത് അങ്ങനെ വെക്കും കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പം ഞാനത് എടുത്തിട്ട് അതാത് സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ അതാ ഞാനവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കൂട്ടാൻ വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ സോയാബീൻ ഒന്നുകൂടി നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് 2-3 പ്രാവശ്യം. പമ്പാടി അവിടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ വക എന്താ പറയുക സഹായിക്കാനായിട്ട് എന്നുള്ള വ്യാജേന അവിടെ വന്നിട്ടുണ്ട്. അവന് പരീക്ഷയാണ്. അപ്പോൾ അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ അടുക്കളയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവന് പിന്നെയും നമ്മൾ പഠിക്കുമോനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ആൾ പഠിക്കും. എന്നാലും നമ്മൾ ഒരു എന്താ പറയുക നമ്മളൊരു പുഷിങ് വേണം എപ്പോഴും. അങ്ങനെ ഞാൻ ആ സോയയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് 2-3 പ്രാവശ്യം അത് കഴുകി എടുത്തു കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നന്നായി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി തിരുമ്മിയിട്ട് ഞാനത് കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറെ മസാല നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 സവോളയും ഒരു 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഭയങ്കര ഒരു എന്താ പറയുക ശുഷ്കിച്ച ഒരു സവോളയായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വിധം ഇതാക്കി എടുക്കുകയാണ്. ഇനി അത് കഴുകിയെടുക്കുകയാണ് ഒന്ന് നന്നായിട്ട്. പിന്നെ അതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഈ സോയാബീൻ എന്ന് വെച്ചാൽ ഇതെൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. ഈ സോയ ചങ്ക്സ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഏട്ടനും ഇഷ്ടമില്ല. ഏട്ടൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കറിയും ആൾ കഴിക്കുന്നതാണ്. ആൾക്ക് നല്ല ടേസ്റ്റിൽ കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കാദ്യം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ കഴിച്ച് എനിക്കിപ്പോൾ എന്തോ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ നോക്കാറില്ല. ഇവിടെ പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അതാണ് ഞാൻ വീട്ടിൽ ആ കറികളും പലഹാരങ്ങളൊക്കെയാണ് ഞാൻ വീട്ടിലുണ്ടാക്കാറ്. അപ്പോൾ ആ സബോള നന്നായിട്ട് സബോളയും നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റിയെടുത്തു. അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇനി ആ മസാല ഒന്ന് നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇത് ഞാൻ അങ്ങനെ നീളത്തിന് ചെറുതാക്കി അങ്ങനെയൊന്നും നോക്കാറില്ല. എല്ലാം ചോപ്പറിലിട്ടിട്ടാണ് അങ്ങനെ അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് പണി കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ നല്ല പോലെ അത് വഴറ്റിയെടുക്കണം. നന്നായ തക്കാളിയൊക്കെ അതിൽ നല്ല അലിഞ്ഞ് ചേരണം. പിന്നെ ഇതിനൊരു കളർ വന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടിയുടെ ഒരു ഇതാണ്. മുളക് പൊടി ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് കുറച്ചൊരു നുള്ളിട്ടാൽ പോലും നല്ല എരിവാണ്. അതുകൊണ്ട് ഒരു കളർ വരുന്നില്ല കറിക്കൊന്നും. കാശ്മീരി ചില്ലി ചേർത്തിട്ട് ഇതിപ്പോൾ എല്ലാ കറിയിലും കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുകയാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കാരണം അത് കഴിഞ്ഞു. അത് കാരണം മസാലയ്ക്ക് എത്രയുണ്ട് കളർ വന്നിട്ടില്ല. ഇനി ഞാൻ ഈ മസാല ഉണ്ടാക്കിയതിലേക്ക് നമ്മുടെ സോയാബീൻ വേവിച്ചത് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചത് ഉപ്പും ചേർത്ത് വേവിച്ചത് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
നല്ല പോലെ യോജിപ്പിക്കുക. സോയാബീൻ പല തരത്തിൽ വെക്കാം കേട്ടോ. നമുക്ക് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ മസാലയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ട് നന്നായി വരട്ടിയെടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിത് കുറച്ച് നേരം മൂടി വയ്ക്കുക. അതിനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കുക, ഗരം മസാലപ്പൊടി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കറി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പാത്രം മൂടി വയ്ക്കുക കേട്ടോ. ഇനി എൻ്റെ അടുത്ത സെക്ഷൻ പണി എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകലാണ്. അത്യാവശ്യം പാത്രം കഴുകാനുണ്ട്. ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ട് സമയം. പിള്ളേരെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കൂട്ടാൻ വയ്ക്കാനായിട്ട് ഞാൻ വന്നത്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പോയതാണ് കേട്ടോ അമ്മയും ഇടയ്ക്ക് ഓരോ പണികൾ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അമ്മ ലച്ചുവിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അവൾക്ക് പാപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യൂട്ടോ. അതെനിക്ക് വലിയൊരു ഹെൽപ്പാണ് സത്യത്തിൽ. അങ്ങനത്തെ ഞാൻ പാത്രങ്ങൾ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇത്ര സ്പീഡിലില്ലെങ്കിലും ഒരുവിധം സ്പീഡിൽ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ.